നല്ല ഒന്നാം തരം ബസ് സ്റ്റാൻഡ്, സൂപ്പർ കവാടം, തിളങ്ങുന്ന ഫലകം. പക്ഷേ സ്റ്റാൻഡിൽ ബസ്സിന് പകരം മുഴുവൻ സ്വകാര്യ വാഹനങ്ങളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനം നടന്ന പത്തനംതിട്ട മലയാലപ്പുഴ ബസ് സ്റ്റാൻഡാണിത്. ലക്ഷങ്ങൾ മുടക്കി യാർഡും വെയിറ്റിംഗ് ഷെഡും കവാടവും ഒക്കെ നിർമ്മിച്ചു. പക്ഷേ ടോയ്ലറ്റ് മാത്രം നിർമ്മിച്ചില്ല. ടോയ്ലറ്റ് കൂടി ഉണ്ടെങ്കിലേ മോട്ടോർ വാഹന വകുപ്പ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കാൻ അനുമതി നൽകൂ. ടോയ്ലറ്റ് നിർമ്മാണം പൂർത്തിയാക്കി ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുന്നതിന് മലയാലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മോട്ടോർ വാഹന വകുപ്പിന് അപേക്ഷ നൽകണം. ഉടൻ ടോയ്ലറ്റ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മലയാലപ്പുഴ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. എത്രയും വേഗം ടോയ്ലറ്റ് നിർമ്മാണം പൂർത്തിയാക്കി ബസ് സ്റ്റാൻഡ് തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൊല്ലം, മാവേലിക്കര ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് വാഹനങ്ങൾ വരുന്നത്. പത്തനംതിട്ട എന്ന KSRTC വരുന്നത്. അവർ വന്നു അതുവഴി പോകുന്നു, ഇതുവഴി പോകുന്നു. ഇവിടെ ബേ ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കിയേ ഉള്ളൂ. ഇരിക്കാനും സ്റ്റേ ഇത് ഉണ്ടാക്കാനും കമാനം ഉണ്ടാക്കാനും മാത്രമേ പണമുള്ളായിരുന്നു. ആ പണം മുടക്കിയായിരുന്നെങ്കിൽ ഇവിടെ ഒരു ടോയ്ലറ്റ് സംവിധാനം ചെയ്യാമായിരുന്നു. നിർമ്മാണം ഇത്രയൊക്കെ പൂർത്തിയാക്കിയില്ലേ, ടോയ്ലറ്റ് കൂടി ഉടൻ നിർമ്മിക്കുമെന്ന് മറുവിഭാഗവും അഭിപ്രായപ്പെട്ടു. ആർടിയുടെ അനുമതി താമസിയാതെ കിട്ടും. ഇവിടെ ടോയ്ലറ്റ് സംവിധാനവും എല്ലാം റെഡിയായിട്ട് ബസ് സ്റ്റാൻഡ് തന്നെ ഇതെടുക്കാനുള്ള സംവിധാനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പഞ്ചായത്ത് ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, വളരെ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് നമ്മൾ വ്യാപാരിയുടെ സംവിധാനത്തിലായാലും മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവരത് വലിയ താമസമില്ലാതെ തന്നെ ഇത് തുറന്ന് പ്രവർത്തിക്കും. പിന്നെ ഇപ്പോൾ ഇത്രയും സ്ഥലമുള്ളതുകൊണ്ട് കുറേ പാർക്കിംഗ് ഇവിടെ ഗുണമാണ്, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വണ്ടികൾ ഇത് നിങ്ങൾ കാണുന്നില്ല, ഇത്രയും വണ്ടികൾ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. ബസ്സുകൾ റോഡിൽ തന്നെ നിർത്തേണ്ടി വരുന്നതിനാൽ ഇവിടെ ഗതാഗതക്കുരുക്ക് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. ഏതായാലും ടോയ്ലറ്റ് നിർമ്മിച്ച ശേഷം ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്ന കാഴ്ച കാണാൻ കാത്തിരിക്കുകയാണ് മലയാലപ്പുഴക്കാർ. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.